ഏതായാലേ നമ്മളെ പള്ളിപ്പണി കഴിഞ്ഞപ്പോഴേ നല്ല ഉസാറുണ്ട്. ആ അഴുതൊക്കെ പൊളിച്ച് ഇപ്പൊ പുതിയ പൈപ്പൊക്കെ ഇട്ടപ്പോഴേ അത് അയിമിട്ടേക്കണ മാർബിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അത്ര പമ്പുള്ള പള്ളി ഇനിയിപ്പോ നമ്മളെ അടുത്തൊന്നുമില്ല. അതിപ്പോ ഒന്നാമെന്താ അറിയാം, ആ അനീപ്പിയും ബലക്കും വന്നപ്പോ ചെറുപ്പക്കാര് ഓൾക്ക് ആ ഉത്സാഹം ഉണ്ടല്ലോ, അത് ആ പള്ളിമണ് കാണാനുണ്ട്. ആ മറാജി ബലൊക്കെ ആയി നിന്ന് ആ പഴയ മട്ടത്തിൽ മനുഷ്യന്മാരുടെ പെരുമാറുന്നു മോശമായിരുന്നു. നിങ്ങൾക്ക് മന മനസ്സിലാവുന്നില്ല, അതാണ് സംഭവം. അല്ല അതിന് പൈസ കുറച്ച് ഒരു മുക്കാലും കായ് കൊടുത്തേക്കണ്ട് മോനാന്ന് ന്യൂസ് അങ്ങനെ കേട്ടു. ആരപ്പ എന്നോട് ഇപ്പൊ അത് പറഞ്ഞ്? ഞാൻ ആരോടും പറയണ്ടെന്നൊക്കെ നമ്മളെ അനീപ്പാനോടൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. അത് നമ്മളാ ബാറ്റി കച്ചവടം ഇതിന് മേതി ഉണ്ടല്ലോ, എന്തൊക്കെ ഭർത്താനം പറഞ്ഞ ഇടയിൽ കൂടി അവിടെ തൊള്ളിന്ന് ചാടിയതാണ്. പക്ഷെ വേറെ ആട് പറഞ്ഞു ചെയ്തെന്ന് പറഞ്ഞു ചെയ്തു. അപ്പൊ ഇപ്പൊ ഇങ്ങോട്ടാ പറയുന്നത്. ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞത്, നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടത് നാട്ടുകാരെ അറിയിച്ചാണ്ടല്ലോ വെച്ചിട്ടാണ്. അതൊക്കെ നല്ലത് തന്നെയാണ്. നാളേക്ക് അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ല ചെറുക്കം മണ്ണക്കണെന്ന് പറഞ്ഞ ഒരാഴ്ച ആയിന്നൊക്കെ പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ടില്ല, പള്ളിക്കലും കാണില്ല. പറയാൻ കാരണം എന്താ പറയാ, കറക്റ്റ് സുബൈക്ക് എത്തുന്ന ആളാണ് മോന്. മണ്ണ അച്ഛന്തേലൊക്കെ തെരലുണ്ട്, അതോട് ചോദിച്ചതാണ്. അതിനടാ ഓൻ ഇവിടെ ഇല്ല, ഓൻ്റെ ഇളച്ചന് തീരെ സുഖമില്ല. പോണ്ടിച്ചേരിയിൽ ഏതായാലും വലിയ ആശുപത്രിയിലാണ്. അപ്പൊ നേരെ ഓനെ എയർപോർട്ടിൽ നിന്ന് ഓനും കുഞ്ഞുമോനും കൂടി ആണ്ടാണ് പോയിക്കേണ്ടത്. വെറുതെ അല്ല കാണാത്തത്, ഞാൻ ഇങ്ങോട്ട് സംഗതി സൂചിപ്പിക്കണം ചിരിക്കുന്നു. നമ്മളെ അമ്മറാജിന്റെ ആ മെയിൻ റോഡുമുള്ളൊരു 4 ഏക്കർ സ്ഥലം ഉണ്ടല്ലോ, അതിനൊരു 50 സെന്റ് സ്ഥലം കൊടുക്കേന്ന് മാമുട്ടിയെ എന്നോട് അഭിപ്രായം പറഞ്ഞു. നമ്മൾ ചെക്കനെ കൊണ്ടേ അതിന് ഇടിപ്പിച്ചാലോ? ഓൻ പറഞ്ഞാൽ കേൾക്കായൊന്നുമില്ല. പൈസ ഓൻ്റെ അടുത്ത് ഉണ്ടോന്നാവും. അവൻ കുറച്ച് മുന്നേ ഒന്ന് ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു, നമ്മളെ മല്ലിൽ കുറച്ച് സ്ഥലം കിട്ടിയാൽ എടുക്കേന്നു. സംഗതി എന്താ അറിയോ, നമ്മൾ ഇരിക്കണ പേരുണ്ടല്ലോ ഇപ്പോൾ അതവിടെ നിർത്തിക്കാണ്ട് കുറച്ച് റോഡ് സൈഡിലേക്ക് സ്ഥലം കിട്ടിയാൽ അവിടെ ഒരു പെര കയറ്റണം എന്നുള്ളൊരു അഭിപ്രായം ഓനുണ്ട്. ഞാൻ ഓനോട് അന്നെ പറഞ്ഞത് അതിനൊന്നും നിൽക്കണ്ട, ഇപ്പം ഉള്ള ഇതിൽ തന്നെ നിന്നാൽ മതി. അപ്പോൾ ഓൻ പറഞ്ഞു റോഡ് സൈഡൊക്കെ ആയാലും ഇപ്പം ആ റോഡൊക്കെ വെച്ച് കണ്ടക്കണില്ലേ, അതൊരു ഇടങ്ങേറാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നൊക്കെ ഒരു വർത്താനം ഇങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ എടുക്കാനുണ്ടാവില്ല. ആ ഭൂമിക്ക് ഒരുപാട് ആള് കണ്ണ് വെച്ച് നിൽക്കുന്നുണ്ട്. പറഞ്ഞ സ്ഥിതിക്കേ എന്റെ അഭിപ്രായത്തെ മാങ്ങിയിടാൻ നല്ലത്. പേര മാണി പേര ആറ്റ അല്ലെങ്കിൽ വേറത്തെ ഉണ്ടായിക്കൂടെ, നിങ്ങൾ സംസാരിച്ച് നോക്കൂണ്ട്, വല്ലാതെ ബെഗണ്ട. സ്ഥലം പറ്റി പറഞ്ഞ മാതിരി കണ്ണായ സ്ഥലമൊക്കെ തന്നെയാണ്, വെള്ളം കിട്ടും അവിടെ കേട്ടോ. ഏതായാലേ ആസത്തിന്ന് 2 ദിവസം കൊണ്ട് വരുവയ്ക്കാരം. എന്നിട്ട് ഞാൻ ഓനോട് വിവരങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ, എന്നിട്ട് ഞാൻ എന്നെ അറിയിച്ച. എന്നിട്ട് ഇജ്ജ് മൂപ്പരേറ്റേ എങ്ങനെ വെച്ചാ സംസാരിച്ചോണ്ട്. ആയിക്കോട്ടെ. എത്ര കരിയപ്പമാരാ ഞാൻ കുഴിച്ചിട്ടുണ്ട്, ഒറ്റ ഒന്നൊന്നും പിടിച്ച് നന്നായി കിട്ടൂല, ഒക്കെ തുരുമ്പിച്ചുകൊണ്ട് നിൽക്കണം. മാനുവാ, ഞാൻ ഇവിടെയാണടാ. ഞാൻ 2 കരിയേപ്പിന്റെ ഇല എടുക്കാൻ വന്നതാ, അപ്പൊ ഇതിങ്ങനെ നുരുമ്പിച്ചിക്കണു. കരിയേപ്പിന്റെ ഇല മാണെങ്കിൽ എനിക്കും വിളിച്ചുകൂടായിന്നാ, അവിടുത്തെ മരത്തുമ്മ ഇഷ്ടം പോലെ അതാ. ഞാൻ നാളെ വെട്ടിയിടയി കൊറേ. ഇജിപ്പോ ഇങ്ങോട്ട് വരുന്നേ, ഞാൻ കൊളർത്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് കൊണ്ടുവരാ പറഞ്ഞു. ഞാനിപ്പോ കൊളർക്കാതെ പെട്ടെന്ന് പോന്നതാണ്. പിന്നെ സൈനബാക്ക് നാളെ കല്യാണം ഉണ്ട്, അപ്പൊ എന്റെ വാളൊന്നും വേണം, അതിനും വേണ്ടി പോന്നതാണ് ഞാൻ. എന്റെ വാളെ ഓള് പർദ്ദല്ലേ ഇടുക, അപ്പൊ കല്ല് നല്ല വലിപ്പം ഉണ്ടാവുമല്ലേ, വളയൊക്കെ ഇപ്പൊ കാണുവോ? ഓളെ വളയൊക്കെ ഇപ്പൊ ഞാൻ വിറ്റതല്ലേ, പിന്നെ ഇപ്പൊ പെണ്ണിന് കെട്ടിച്ചോടത്തല്ലേ കല്യാണം, അപ്പൊ തലേന്ന് തന്നെ പോണം. അപ്പൊ പർദ്ദയൊക്കെ ഊരി വെക്കുമ്പോ കജ്ജൊക്കെ ഇങ്ങനെ കാണൂലേ, അപ്പൊ വെറും കജ്ജ് കാണണ്ട വെച്ചിട്ട് ഞാൻ ഇത് 2 ഇടാച്ചിട്ടേ. അതിനിപ്പോ സ്വർണം തന്നെ വേണം. ആ പാൻസി പോയി കാണാൻ എനിക്ക് 4 വള കൊടുന്നോടത്തൂടെ നോക്ക്. തെരഞ്ഞീനൊന്നും ഉണ്ടായിട്ടല്ലടാ, ഞാൻ പറഞ്ഞുന്നുള്ളൂ. ഞാനത് ഫാൻസിന്ന് 4 വാങ്ങാൻ തന്നെ വിചാരിച്ചിരുന്നത്. അപ്പൊ ഓള് പറഞ്ഞു അത് ഇട്ടാല് ചാകെ ചൊറി വരും, അതുകൊണ്ട് അത് മാണ്ടാന്ന് പറഞ്ഞതാ. എന്നാ ഇജ്ജ് കൊണ്ടേക്കോ, സ്വർണത്തിനൊക്കെ നല്ല വിലയാണ് കേട്ടോ, 1 ലക്ഷത്തിന്റെ പുറം കടന്നിക്കണു. ഓളോടെ നല്ലോണം നോക്കാൻ പറയോണ്ടി. അതൊക്കെ ഓള് നോക്കും, ഓള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ കൊടുന്നേരാം. എന്നാ 4 പോരെ? അത് പോരടി, അത് മുഴുവൻ ദൂരി തന്നാളാ. എന്നാ ഇത് 8 വളം ഉണ്ട് കേട്ടാ, ഞാൻ പൊയിഞ്ഞേറ്റന്നാല്. പൊതിയൊന്നും വേണ്ട, പേപ്പറൊക്കെ ഞാൻ കൊടുന്നേക്കണു, ജൺ കാട്ടെ. ജയ് നോക്കി കൊണ്ടുപോണ്ടിട്ട് അത് ചാടിച്ചല്ല അവിടെ ഇവിടെ ഒന്നും. ഞാൻ കളിയൊന്നുമില്ല അമ്മ, ഞാൻ നാളെ വൈകുന്നേരം തന്നെ അത് കൊടുന്നേരാം. പിന്നെ ഞാൻ പോയി നട്ടാ നിക്കാൻ നേരമില്ല. ആയിക്കോട്ടെ എന്നാല് ഇത് പൊയ്ക്കോ. എവിടുന്നാ ബിന്ദു വെച്ച് ഇതിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി വരുന്നു? ഞങ്ങൾക്ക് അയൽക്കൂട്ടത്തിന്റെ കുറി നറുക്കെടുക്കായിരുന്നു, അത് കഴിഞ്ഞ് വരികയാണേ. ആരാത്തപ്പ അങ്ങോട്ട് പോയത്? അത് എന്റെ ആങ്ങളെ മാനു ആണേ. ഓനേ വള കൊണ്ടാവാൻ വേണ്ടി വന്നാ ഇന്റെ. എന്തിനാ മാനുവിന് ഇപ്പൊ ഇങ്ങളെ വള? മാനുവിന്റെ പെണ്ണിനെ കെട്ടിച്ചോടത്തേ കല്യാണം ഉണ്ട്, അപ്പൊ നാത്തൂനിടാൻ വേണ്ടിട്ടേ വളക്ക് വന്നതാണ് അവന്. എന്നിട്ടടി എനിക്ക് അയൽക്കൂട്ടത്തിന്റെ കുറി കിട്ടിയോ? ഇക്കല്ല കിട്ടിയത് അജ്ജമാത്ത, അപ്സത്തിനാണേ. അപ്സത്തിന് അർജന്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓളോട് ചോദിച്ചപ്പോൾ ഓള് തന്നതാ. നിങ്ങൾക്ക് ഏതായാലും 2000 റുപ്യ തരാനും ഉണ്ടല്ലോ. ഈ പൈസ മുഴുവനും കിട്ടണമെങ്കിൽ 1 ആഴ്ചയാവും.
അപ്പൊ നിങ്ങൾക്ക് 2000 ഉറുപ്പ്യ തരാണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് 2000 ഞാൻ ആദ്യം വാങ്ങിയതാ. ഇതഞ്ഞത് അവിടെ വെച്ചോളി. ഇജിപ്പോ ഇന്റെ അടുത്ത് നിന്ന് മേടിച്ചതാണെന്നൊക്കെ ഓലോടൊക്കെ പറഞ്ഞോ? ആ ഞാൻ പറഞ്ഞു താത്താ. എന്നിട്ടേ ഓലെന്തേ എന്നോട് പറഞ്ഞു? ഓല് പറയണേ, അല്ലെങ്കിൽ അജ്മാത്ത നല്ലൊരു മനുഷ്യത്തിയാണ്, എല്ലാവർക്കും നല്ലോണം സഹായം ചെയ്യണ ഒരാളാണ്. ഞാൻ എപ്പോ ചോദിക്കുമ്പോഴേക്ക് തരലുണ്ടെന്ന് ഞാനും പറഞ്ഞു. അല്ലെങ്കിലും എല്ലാവർക്കും ഇന്ന വലിയ തീർപ്പതി തന്നെയാണടി. അതൊക്കെ ഓലെ വർത്താനത്തിന് തന്നെ മനസ്സിലായിന്ന്. ഹലോ ബ്രൈന, എന്നോട് എന്ന് പറഞ്ഞേക്കൂണ ആ മരം ഒന്ന് വെട്ടാന്. ഇജ്ജെത്ത നാളെ വരാന്നാണ് മനുഷ്യനെ കളിപ്പിച്ചത്. എനിക്ക് ഞാൻ വല്ലതും തരാനായിട്ടുണ്ടോ? അത് ഉണങ്ങി നിൽക്കാണ്. അത് അങ്ങ് പെരമക്കേറ്റ വീട്ടുണ്ടെങ്കിലേ അതിന് സമാധാനം പറയേണ്ട ഒരു മനുഷ്യൻ. ഇജ്ജ് എനിക്ക് പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറയാ. എന്നാ എനിക്കത് വേറെ ആളോക്കാലെങ്ങായി പറമ്പുച്ചിക്കലേ വേറെ മരമ്പട്ടവരൊന്നും ഇല്ലേറ്റല്ല. അന്നെ ഏൽപ്പിച്ചാൽ അത് വൃത്തിയിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാന്. പൊന്നാര ബ്രൈന എന്നോടൊന്നും ഉണ്ടായിട്ട് പറയല്ല. ആ ബിരിയാണി വെക്കണ റഷീദ് ഉണങ്ങിയ വറുകുണ്ടോന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇത് വെട്ടിക്കാണ്ട് ഓനാണ് കൊണ്ടേ കൊടുത്തുകാണ്ട് കായ് വാങ്ങിക്കൂടെ എനിക്ക്. ഈ പേരും പറഞ്ഞുകാണ്ട് ഇമ്രാജി ഞനക്ക് ഫോൺ വിളിച്ചൂല. ഫോൺ വെച്ചാളെ. ആഹാ മൈമുട്ടിയെ, ആരോടൊപ്പം ഇങ്ങനെ ചൂടായി വർത്താനം പറയണോ? ആരോടല്ല, ആ മരം വെട്ടുന്ന ബ്രൈനോടാണ്. ഓനോട് കുറച്ച് സഹിക്കണു. നമ്മളൊരു മരം വെട്ടാണ്ട് അത് പറലൊടങ്ങിയിട്ട് ഓന്നിട്ട് മന്നിട്ടേ. അത് പോണ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓന് ഭയങ്കര തിരക്കാണ്. മണ്ണ് കിട്ടിയാണ്ടല്ല വൃത്തിയായിട്ട് പണി എടുക്കും. എന്നാ എന്നിട്ട് പോരടാ, നമ്മൾ കൊലയുമൊക്കെ ഇരിക്കാം. ഇരിക്കില്ല, അവിടെ കുട്ടികൾ ഉണ്ടാവുമല്ലോ. ഞാൻ ഇന്നാളെ നമ്മളാ പറഞ്ഞ സ്ഥലത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ആ നാട്ടി ഇരിക്കണ്ട. എന്താ ഇപ്പൊ നമ്മള് പറഞ്ഞ കാര്യം? ഒരാളുണ്ട് നമ്മളെ മഹലിൽ തന്നെയാണ്. റെഡി ക്യാഷാണ് ഈ കാര്യം. കടലാസ് നോക്കിക്കാണ്ടേ അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് എല്ലാം തീരും. അപ്പക്കപ്പളെ കായ് കിട്ടും. ഓ സമാധാനായി. ഞാനിപ്പോ എന്താ കാട്ടുക വിചാരിച്ചു കണ്ട് ആലോചിക്കേനു. ആ പാർട്ടിക്ക് ആ സേലൊക്കെ കാട്ടി കൊടുത്തേക്കണ. ആ കാട്ടി കൊടുത്തു അവർക്ക് എല്ലാം തൃപ്തി പെട്ടക്കണം. ആരാ മയമുട്ടിയ ആള്? അത് നമ്മളെ ബീരാനാജി ഇല്ലേ, ബീരാജിനെ മോണ്ട് അബ്ബാസ് ഉണ്ട് ചക്കം, ഓനാണ്. ഏതാപ്പത് നമ്മളെ മയലില് ഞാനറിയാത്തൊരു ബീരാനാജി? ഇത് പറഞ്ഞത് ആ നൊണ്ടിക്കാലം ബീരാനെ പറ്റിട്ടാ പറ്റി പറഞ്ഞത്. ആ മൂപ്പരന്നെയാണ്. ഓനപ്പ എല്ലാരും ബീരാനാജി എന്ന് വിളിച്ചു തുടങ്ങിയിരിക്കണ. ഓ കഴിഞ്ഞല്ലോ അജ്ജിന് പോയിന്നുല്ലേ. തൽക്കാലേ ഇമ്രാജിനെ മോല് ഓന് കൊടുക്കാനില്ല. അയാൾ ഇങ്ങ വിചാരിച്ച പഴയ ബീരാനല്ല. ആ ചെക്കൻ്റെ അടുത്തേ പൂത്ത കായുണ്ട്. അവൻ മഹലിൽ ഒന്നായിട്ട് കൊള്ളാനുള്ള കായ് വേണ്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ ലെവലിക്ക് ഇടപാട് ക്ലിയർ ആക്കാൻ ഓനുള്ളു പോടെ. അനക്ക് മയമുട്ടിയെ ഈ ബീരാന്റെ കഥ അറിയോ? ഈ ബീരാന്റെ ബാപ്പാന്റെ വാപ്പ നമ്മളെ തറവാട്ടിലുള്ള പണിക്കാരനേനു. ഇങ്ങോട്ട് നമ്മളെ ചക്കിയും മാങ്ങിയും തേങ്ങയും കട്ടുണ്ടാവലേനു ഓന്റെ പണി. എന്നിട്ട് എന്റെ വല്യപ്പ പറഞ്ഞേക്കണു ഓലെ നമ്മളെ പാളപ്പിക്ക് ചവിട്ടിച്ചത്. അത് ആചാര്യ അന്നത്തെ കാലത്തെ പട്ടിണിയും പായേലുള്ള കാലല്ലേ, അതുകൊണ്ട് കൊണ്ടായതാണ്. അതൊക്കെ മനസ്സിൽ ചിരിക്കപ്പങ്ങള്. ഇജ്ജ് പറഞ്ഞതൊക്കെ ശരി തന്നെ കാരം. ആന വലിഞ്ഞ തോത്ത് കെട്ടൂല. ഇന്റെ മുതല് വാങ്ങാൻ മാത്രം ഓരായിട്ടില്ല, ആവൂല. അങ്ങനെയൊക്കെ എന്നാ നമുക്ക് വേറെ ആളെ നോക്കാം. പെണ്ണുങ്ങൾ തേങ്ങ അരക്കല്ലാന്ന് പച്ച തേങ്ങ ഉണ്ട് അവിടെ ഒരു 4 കിട്ടാന്. തേങ്ങ ഇന്നലെ ഇട്ടേക്കണല്ലോ, 4 അനക്ക് മാണ്ടത് കൊണ്ടുപോയിക്കോ. അങ്ങോട്ട് പോരെ. റിയാസേ, ഗ്ലാസിന്റെ കാര്യം ഇപ്പൊ എന്താ പറഞ്ഞേ? ഇത് മൊത്തം നമുക്ക് ഫിക്സ്ഡ് ഗ്ലാസ് ഇടുക. ഇത് ഫുള്ളായിട്ടേ ഒറ്റ ഗ്ലാസ് കിട്ടും നമുക്ക്. ഇത് ടോട്ടലി 20 അടി ലെങ്ത് ഉണ്ട്. 20 അടിന്റെ ഗ്ലാസ് അവൈലബിൾ അല്ല. ഞാൻ വിചാരിച്ചിരിക്കുന്നത് 3 ഗ്ലാസ് ആയിക്കാണ്ട് കൊടുക്കുക. ഏകദേശം ഒരു 6 അടിന്റെ ലെവലുള്ള 3 ഗ്ലാസ് ആയിക്കാണ്ട് കൊടുക്കുക. അങ്ങനെ ഉദ്ദേശിക്കുന്നത്. 3 ഗ്ലാസ് ഇടേ, അത് ബോറാവൂല്ലോ. 10 അടിന്റെ 2 ഗ്ലാസ് ഇട്ടോ. 10 അടിന്റെ ഗ്ലാസ് കിട്ടും, പക്ഷെ കോസ്റ്റ് കൂടുതലായി കയറാം. ഗ്ലാസിന്റെ എമൗണ്ട് കയറാം ഫിറ്റിങ്ങിന് വരാം. എക്സ്പെൻസ് പ്രശ്നമാക്കണ്ട. 2 ഗ്ലാസ് ആണ് ഫിറ്റ് ആയിക്കണം. അപ്പുറമുള്ളതേ 12 അടിയില്ലേ, അതിന് ഒറ്റ ഗ്ലാസ് വേണട്ടാ. ക്യാഷ് നിങ്ങൾക്ക് വിഷയമില്ല, നമുക്ക് 2 ഗ്ലാസ് തന്നെ ഇടാം. അത് കുഴപ്പമൊന്നുമില്ല. ലാൻഡ്സ്കേപ്പിന്റെ ആളാണല്ലോ അത് വരണ്ടേ. അറിയാ സാറേ, എന്തൊക്കെ സുഖല്ലേ? റിയാസേ, മൂപ്പർക്ക് വർക്കൊക്കെ പറഞ്ഞു കൊടുക്കട്ടാ. ഞാനേ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പോയിട്ട് വരട്ടാ. ഓക്കെ. അല്ല റിയാ സാറേ, ഈ ആളെ ഞാൻ എവിടെ കണ്ട് പരിചയമുണ്ടല്ലോ. നമ്മളിവിടെ ഉള്ള ബീരാനാജിയും അബ്ബാസ് ഒക്കെ ഉണ്ടല്ലോ, മൂപ്പരെ കാര്യസ്ഥനായിക്കാണ്ട് വർക്ക് ചെയ്യണം. ആ മൂപ്പരുള്ളത്
അയാളിന്റെ അടുത്തേക്ക് ഫാൻസി പ്രാവിനൊക്കെ വന്നിരുന്നു. ഇപ്പൊ ഫാൻ്റെ ഒക്കെ ഇട്ടല്ല ഉഷാറായിക്കുള്ള ആള്. ഇപ്പം അയാൾ നല്ല ക്യാഷാണ്. ആരെങ്കിലും അതിന്മേ 2 ഗ്ലാസ് ഇടാൻ പറയുക. ഞാൻ തന്നെ വിചാരിച്ചിരുന്നത് 3 ഗ്ലാസ് ആയിക്കാണ്ട് സ്റ്റെപ്പ് ആയിക്കാണ്ട് കൊടുക്കാനെന്ന് വിചാരിച്ചിരുന്നത്. അയാൾ 2 ഗ്ലാസ് മതി എന്ന് പറഞ്ഞു. ക്യാഷ് അയാൾക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങളെ വർക്കും ഉണ്ടായിക്കോട്ടെ. റേറ്റ് അയാൾക്ക് വിഷയമല്ലെങ്കിൽ വർക്ക് നമ്മൾ ഉഷാറാക്കി. അല്ല കാര്യസ്ഥനായ ഇവനൊക്കെ എത്ര വലിയ പെര കയറ്റിയല്ലോ. ആചാര്യ ഫ്ലാറ്റിൻ്റെ വില്ലിൻ്റെ ഒക്കെ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതിനൊക്കെ നമ്മളൊരു എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഡബിളാണ് ഇയാൾ അവിടെ പോയി പറയാം. അതൊക്കെ അടിവലി നടത്തിക്കാണ്ട് ഉണ്ടാക്കിയ പെരേനേക്കാരത്. അങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ വലിയ പെരക്ക് ഉണ്ടാക്കുക. അല്ല ഇനി ഞാൻ വർക്ക് എടുത്താൽ അതിന്റെ കമ്മീഷൻ അയാൾക്ക് കൊടുക്കേണ്ടി വരുമോ? ഇതിന് കമ്മീഷൻ കൊടുക്കൊന്നും വേണ്ട. ഇത് മൂപ്പര് വീട് തന്നെയല്ലേ. ഇത് പരമാവധി റേറ്റ് കുറച്ചെടുത്തോ. എന്നിട്ട് വർക്ക് ഇഷ്ടപ്പെട്ടാൽ മൂപ്പര് ആചാര വർക്കുകൾ എനിക്ക് തരും. അപ്പം കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അതൊക്കെ ആയിക്കോട്ടെ, നമുക്ക് അതായത് നോക്കുക. ഇക്ക് വേറെ സൈറ്റിൽ നിന്ന് പോയി നോക്കാണ്ട്. മോനെ ഈ കേശാജിന്റെ വീട് ഏതാ? ഇതാണ് കാക്ക. ഇതാണ്. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഉസ്മാനായിട്ട് കയറിയിരിക്ക്. എന്താ പിന്നെ ഈ വൈക്കൊക്കെ പണിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന്? ഇന്ന് പണിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാനേ നിങ്ങളൊന്നും കാണാൻ വേണ്ടി പോന്നതാ. പള്ളിക്കത്തെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട്. അതെന്ത് ഉസ്മാനെ പറ. ഞാനേ മണ്ണാർക്കാട്ടിൽ നിന്ന് വന്നിട്ടേ ഇവിടെ താമസം തുടങ്ങിയിട്ട് 5 കൊല്ലായി. ഇതുവരെ ഇന്നെ മഹലിലൊന്നും ചേർത്തിട്ടില്ല. ഇജ്ജ് പള്ളിക്കൊക്കെ വരിസയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. സെക്രട്ടറി അനീഫാജിനെ കണ്ട് പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ. ഞാനും പറഞ്ഞോളാം. അത് വലിയൊരു കാര്യമുള്ള കേസൊന്നല്ല. ഞാൻ മൂപ്പരെ കണ്ടിരുന്നു. മഹലിൽ ചേരാനേ 30,000 റുപ്യ വേണമെന്നാണ് മൂപ്പര് പറഞ്ഞത്. ഞാൻ എന്താ ഒന്ന് ചെയ്യുക? എന്നെ കൊണ്ട് ഒരു മാർഗമില്ലല്ലോ. എനിക്കേ എന്നും പണിക്ക് പോകാൻ വയ്യ. ഊരവേദനായ കാരനെ പെണ്ണുങ്ങൾ തന്നെ ആ മജീദിന്റെ ഹോട്ടലിൽ പോയിട്ടാണ് ജോലി ചെയ്യുന്നത്. എന്നിട്ട് വേണം അതിന് എന്തായാലും കിട്ടാൻ. അതൊക്കെ എനിക്ക് അറിയാം ഉസ്മാനെ. ഇവിടെ ആദ്യം മഹലിൽ ചേരാൻ 2,000 3,000 ഒക്കെ ആയിരുന്നു. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ വന്ന് കൂടിയിട്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് പൈസ ഒന്ന് കൂട്ടിവെക്കാന്നുള്ള കമ്മിറ്റി തീരുമാനിച്ചാണ്. അങ്ങനെയാണ് 30,000 ആക്കിയത്. പിന്നെ നമ്മളെ പള്ളിക്ക് വലിയ വരുമാനമൊന്നും ഇല്ലല്ലോ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഖജാൻജി മൊയ്തീനോടെ ഈ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടേ അതിനെപ്പറ്റി ഒന്നും ആയില്ല. ഞാനൊന്നും മരിച്ചാലേ പള്ളിക്കാട്ടിക്ക് പോലും എന്നെ കൊണ്ടാകാൻ ഈ അവസ്ഥയിൽ പറ്റുമോ? അതിനെ പറ്റിയൊന്നും ഈ ബേജാറാകണ്ട. മരിച്ചുപോലെ മറഞ്ചാതിരിക്കൊന്നുമില്ല. എനിക്ക് ഞാൻ നല്ലൊരു വഴി പറഞ്ഞുതരാം. നമ്മളെ ബീരാനാജില്ലേ, അയാളെ പോയി കാണുക, കാര്യങ്ങൾ പറയാം. എൻ്റെ അടുത്ത് ഇങ്ങനെ പൈസ കൊടുക്കാനില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്ന് അയാളോട് പറയും വേണ്ട. അപ്പം എൻ്റെ കാര്യം നടക്കും. അങ്ങനെയാണെങ്കിലേ ഞാൻ വീരാനാജിനെ പോയി കണ്ടോളാം. മൂപ്പരെ എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എളുപ്പമാവും ചോദിച്ചു ആ കാര്യത്തിൽ. അസ്സലാമലൈക്കും. വാലൈക്കും സലാം വറഹമത്തുള്ള. കുഞ്ഞുമോൻ അങ്ങോട്ട് കയറിയിരിക്കണ. അനീഫാജി ഇന്ന് എവിടേക്ക് ഇറങ്ങിയിട്ടില്ലേ? കുഞ്ഞാൻ അന്ന് കൊടുക്കും പോയിട്ടില്ല. പള്ളിന്റെ ഓരോ ചുറ്റുപാടായിട്ട് അതിന്റെ തിരിച്ചല്ലാണ്. പണിയൊക്കെ കഴിഞ്ഞേ ആ ഇന്റീരിയറൊക്കെ കഴിഞ്ഞപ്പോ നല്ല ഉഷാറുണ്ട് പള്ളി. പുതുക്കി പണിഞ്ഞതാണെങ്കിലും നമ്മളൊരു ഉദ്ഘാടന ചടങ്ങ് ആലോചിക്കുന്നുണ്ട്. അത് നാളെ എന്തായാലും ജുമയ്ക്ക് ശേഷം കാളിനെ പോയിട്ട് ഞാൻ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വിവരം പറയാം. ബമ്പിലല്ലെങ്കിലേ ഒരു ചെറിയ നോട്ടീസൊക്കെ അടിച്ചിട്ടേ മല നിവാസികളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാല് മല്ല സ്ത്രീകളുണ്ടല്ലോ, ഓരോ ഒരു ദിവസം പള്ളിയൊന്നും ഉള്ളിൽ കാണിക്കണം. ആ അത്യാവശ്യമാണ്. ഇജ് പറഞ്ഞ കാര്യം പ്രസിഡന്റിനോട് സൂചിപ്പിച്ചിരുന്നു. ഏതായാലും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ ഞാൻ വന്നതേ വേറെ കാര്യം സംസാരിക്കാനാണ്. അതെന്തിപ്പോ അതിന്റെ ഇടയിൽ വേറെ കാര്യം? നമ്മളെ മിറാജിക്ക് ആ മെയിൻ റോഡിലില്ലേ ഒരു 4-5 ഏക്കർ സ്ഥലം, അതിൽ കുറച്ച് സ്ഥലം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സ്വകാര്യത്തിലാണ്. അപ്പൊ മമ്മൂട്ടേക്ക് എന്നോട് പറഞ്ഞത്. അപ്പോ അതവിടെ പോയി ചോദിച്ചപ്പോ നമ്മൾ അബ്ബാസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ മൂപ്പര് അബ്ബാസിന് തരൂല എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് സംസാരിക്കാനായിരുന്നു. അതെന്താ ഇമ്രാജ് അബ്ബാസിന് കൊടുക്കൂല എന്ന് പറയാം? പഴയ കാലത്തെ മീരാങ്കക്ക് അവിടെ പണിക്ക് പോയിരുന്നു. അപ്പൊ ഓരോ മുതല് ഇയാൾക്ക് കൊടുക്കൂല
എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ആ പഴയ ഈഗോ ആണ്, അത് വെച്ച് കണ്ടാണ് മൂപ്പര് നടക്കുന്നത്. ഈ കാര്യത്തിന് ഞാൻ എന്താ ഇനിയിപ്പോ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യണ്ടേ, മയമുട്ടിയാക്കാനെ ഞാൻ സെറ്റാക്കാം. നിങ്ങൾ മയമുട്ടിയാക്കും പോയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം കച്ചവടാക്കുക. അതായിക്കോട്ടെ, ഞാനും മമ്മൂട്ടിയാക്കും ബെല്ല പോയിട്ട് കച്ചവടാക്കിക്കോളാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, രജിസ്ട്രേഷന്റെ അന്ന് അയാളെ വിഷയം അറിയില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യാ? തൽക്കാലേ അബ്ബാസിന്റെ പേര് രജിസ്റ്റർ ആക്കണ്ട, നിങ്ങളെ പേരിൽ രജിസ്റ്റർ ആക്കിയാൽ മതി. ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചാ. അത് ഇജ്ജ് പറഞ്ഞ നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ എന്റെയൊക്കെ പൈസ ഒന്നും ഇപ്പൊ തൽക്കാലം എടുത്തു കൊടുക്കാൻ ഉണ്ടാവില്ല കേട്ടോ. അതിന് നിങ്ങൾ ബേജാറാണ്ട, അത് റെഡി പൈസയാണ്. പിന്നെ അയാൾ മയമുട്ടിയാക്കാനോട് പറഞ്ഞിട്ടേ ഒരാഴ്ചന്റെ ഉള്ളിലേ ഫുള്ള് ഇടപാട് തീർക്കണം. അതും നിങ്ങൾ സമ്മതിക്കണം കേട്ടോ. അത് ഞാനേ മൂപ്പരോട് അങ്ങനെ തന്നെ പറഞ്ഞോളാം. അല്ലടാ, അബ്ബാസിന് എന്താ സ്ഥലം എടുക്കണം ഇത്ര കമ്പം? ഓനെ ഒരു വലിയ വീടൊക്കെ പ്ലാൻ ഉണ്ട്. ഓനിപ്പോ താമസിക്കുന്ന വീട് എന്താ കുഴപ്പം? നല്ല സെറ്റപ്പ് ഉള്ള ഒരു വീടാണ്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ കയ്യിലില്ലേ? ഇപ്പൊ താമസിക്കുന്ന വീടേ അത്യാവശ്യം സൗകര്യമുള്ള വീടാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, ആ വഴി വളരെ ചെറുതാണല്ലോ, വല്യണ്ടി ഒന്നാണ് പോവില്ല. ഓനിപ്പോ വല്ലണ്ടി പോണെന്നുണ്ടെങ്കിലേ അവിടെ അയൽവാസികൾ എത്തുന്നേ 1-2 മീറ്റർ വാങ്ങിക്കണമെന്ന് സൗകര്യം കൂട്ടിയ പോരടാ. അതിനോ ശ്രമിക്കായല്ല. പക്ഷെ അവിടെ 5 വീട്ടുകാരുണ്ട്. അതിലിപ്പോ 4 വീട്ടുകാരും 1 മീറ്ററൊക്കെ വെച്ച് തരാന്ന് പറഞ്ഞു. പക്ഷെ ആ വളവിലേ ആ അടികുട്ടിയാക്കണ്ടല്ലോ, മൂപ്പര് ഒരു നിലക്കും തരണില്ല. അങ്ങോട്ട് ചെല്ലുമ്പോ കാണാൻ അങ്ങോട്ട് ചാടുന്നു, ഒരു നിലക്കും തരൂലെന്ന് പറഞ്ഞു. ഇങ്ങേപ്പുറത്ത് പാടുവാണ്, അത് ഇതാക്കാനും പറ്റൂല. പിന്നെ അത് മാത്രല്ല, അവിടെ ആ സൈഡിലുള്ളോടത്ത് ഉള്ള പച്ചക്കറിയൊക്കെ അയാൾ ഉണ്ടാക്കും. അയ്യോ വണ്ടി തട്ടിയാൽ അതും പ്രശ്നം. ഇതുകൊണ്ട് ആകെ കുടിയിരിക്കുന്നു. ഒന്നാമതറിയോ, ഒരു നേരാവരുന്നുള്ള ചിന്തയിലാണ്. അതടാ, എല്ലാ നാട്ടിലുണ്ട് 1-2 കുരുത്തം കെട്ടത്. ആരെങ്കിലും ഒന്ന് പച്ച പിടിക്കേണ്ടത് അവർക്ക് കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. അതിന് പച്ച അസൂയാന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് പണിയൊന്നും ഉണ്ടായില്ല താമിയ? ഉണ്ടായിരുന്നോടാ, ഇന്ന് നേരത്തെ നിർത്തി പോതാണ്. ഉച്ചക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ആഴ്ച അമ്പലത്തിലത്തെ ഉത്സവമായി. ഇത് അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞേക്കണു, പോസ്റ്റ് കണ്ടല്ലേ എന്നെ. ഇപ്പൊ എനക്കിപ്പോ 2 ആഴ്ചയൊക്കെ പണിയായല്ലോ. ആ, പണിയൊക്കെ ആയി. കൂലിട്ടാത്ത പണിയാണല്ലോ. പിന്നെ സമൂഹ സദ്യയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുട്ടികളെ കൂട്ടി നേരത്തെ തന്നെ വരണം. അല്ലതാ, ഇക്കുറി ആ കോട്ടക്കത്തെ ടീമിനല്ലേ ഓലെ സദ്യ സൂപ്പറാട്ടാ, ഉഷാറായിട്ട് വെക്കൂലേ? ആ ഓലെന്നടാ, ആ എല്ലാ കൊല്ലം ഓലെ തന്നെ അല്ല കമ്മിറ്റി വിളിക്കല്. ഓല സദ്യ 1-ാം നമ്പർ. അതിനെക്കാട്ടും ഡബിളാണ് ആ പായസം ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം 3-4 ഗ്ലാസ്. എന്താ രണ്ടാളും പറഞ്ഞിരിക്കണു? കഴിഞ്ഞ ഉത്സവത്തിന്റെ സദ്യനെ പറ്റി പറയുന്നോ? അല്ല, ഇത് കഴിഞ്ഞ ആഴ്ച വന്നു പറഞ്ഞു, ഇതുവരെ അങ്ങാടിക്കൊന്നും ഇറങ്ങിയിട്ടില്ലേ? ഇപ്പോഴാണ് കാണുന്നത്. ഞാനിവിടെ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ പിന്നാലെയായിരുന്നു. അല്ല, പിന്നെ അങ്ങാടിക്കൊന്നും വല്ലാതെ ഇറങ്ങാഞ്ഞത്. അല്ല അബ്ബാസെ, കഴിഞ്ഞൂറ് നമ്മളൊരു ഇത് വന്നിട്ട് പല സ്ഥലത്തും ടൂറുമല്ല, വാഗമണ്ണും ഇവിടൊക്കെ. ഇപ്രാവശ്യം നമുക്കൊന്ന് പോണ്ടേ? പോവടാ, ഞാനേ പോവാൻ ആണ്ടിന്റെ മുന്നായിട്ട് നമുക്ക് പോവാ. ബസ് പോവില്ലേ? ആടെ പോവാ. ഞാനേ വേറെ വഴിക്ക് പോവണ്ട. ആയിക്കോട്ടെ, നമുക്ക് കാണാം കേട്ടോ. ടൂർ പോട്ടോ ഇതിനാ. ഇടാ മേതൂട്ടിയ, എനക്കറിയോ അമ്പലത്തിന്റെ ഫുള്ള് സദ്യയും കഴിഞ്ഞ പ്രാവശ്യം ഓനെന്നെ. ഓന് ആരോടും പറയരുതെന്ന് പറയണം. ഓനതിന് താല്പര്യമില്ല ആരും അറിയണേന്. അത് എനിക്കറിയടാ, നമ്മളാ പള്ളിക്കും വേണ്ടിയിട്ട് എത്ര പൈസ ചെലവാക്കിക്കണം. എടാ, നമ്മളാ 7-ാം ക്ലാസ്സിലെ സ്കൂൾ ഗ്രൂപ്പില്ലേ, അതിലുണ്ടല്ലോ ആ ഫസീലാക്കും വേണ്ടി നമ്മൾ പെരപ്പണിക്ക് ഒരു പിരിവ് നടത്തിനല്ലോ. ആ പിരിവ് പെട്ടെന്നാണ് നിന്നല്ലോ. അതെന്താ കാരണം എനിക്കറിയാം. എടാ, ഞാനതിന് പൈസ ഒക്കെ റെഡിയാക്കി വെച്ചാൽ പോകനെ പിന്നെ കണ്ടോണ് 2 ദിവസം കഴിഞ്ഞാൽ അതിക്ക് പൈസ ഒക്കെ അയക്കണോ, ഇനി പിരിക്കണ്ടെന്ന് പറഞ്ഞു. എടാ, ഇജ്ജ് പൈസ ഒക്കെ ഒപ്പിച്ചില്ലേ? ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോഴേ ഫസീലാക്ക് വിളിച്ചു. അപ്പൊ ഞാൻ ഓളോട് ചോദിച്ചേ, എവിടുന്ന് ഇപ്പൊ പൈസ ഒക്കെ ഒത്തുന്ന പിരിവൊക്കെ നിർത്തിന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, നമ്മളെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരാൾ തന്നതാണ് പറഞ്ഞു. ആളെ പേരൊന്നും പറഞ്ഞില്ല. ഞാൻ കുറെ കുത്തി ചോദിച്ചപ്പോ അവസാന പറഞ്ഞത് അബ്ബാസ തന്നത്. ഓ, ഞാൻ സഹായം ചെയ്യുന്ന ഒരാളാടാ. ഓ, ഇപ്പൊ ഗൾഫിൽ പോയിട്ട് കുറച്ച് പൈസ വെച്ചത് അതിന്റെ ഒരു അഹങ്കാരം തോന്നില്ല. ഇപ്പോഴും സാധാരണക്കാരന്റെ ആ ലെവൽ തന്നെ ഓ. പൈസ ആ കുഞ്ഞുമോനിപ്പോ വരൂല വണ്ടി ആയിട്ട്. നിങ്ങൾ ഇന്ന് വൈകുന്നേരത്തിന് എത്തുവാ? ആ, വൈകുന്നേരത്തിന് എത്തുന്ന ഫീസ്. നിങ്ങക്കേ ആ നാസറിന്റെ അടുത്ത് പോയിക്കാണ്ടേ ഈ വണ്ടി വിടാനൊന്ന് പഠിച്ചാൽ. നിങ്ങൾ ഈ കുഞ്ഞുമോനെ കാത്തുക്കണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഒരു ആവശ്യത്തിന് പോവാന്. ഈ വണ്ടി ഇവിടെ ഇങ്ങനെ കടക്കല്ലേ, ആ ചെക്കൻ വരുമ്പോ ഒന്ന് എടുത്തുക്കാണ്ട് അത് ചാട്ടാക്കി വെക്കും. അതൊന്നും ഇനി വയസ്സാം കാലത്തെ പഠിച്ചാ പടിയില്ല. അല്ലടി, അന്റെ കജുമത്തെ ബളി ഇതൊന്നും ഇപ്പൊ മാനിപ്പോ ഇതേതായിട്ട് കൊടുന്നിട്ടില്ലേ? ഓന് ചെലപ്പേ വിറ്റ് കായ് ആക്കിക്കണോന്നാവോ. ആ, നിങ്ങൾ ഇന്നെ കളിയാക്കി കേൾക്കാറല്ലേ? ഞാൻ കളിയാക്കൊന്നും അല്ല. അന്റെ അടുത്തുനിന്നൊക്കെ ഒരു മുതൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് കിട്ടണമെങ്കിൽ ലേസം പണിയാണ്. ഇനിയിപ്പോ എന്റെ ആങ്ങളായാലും
ഇജ്ജ് കൊടുക്കൂലല്ലോ. ഇജ്ജ് തീർപ്പതി ഉണ്ടായിട്ടൊന്നല്ല കൊടുക്കാന്. പിന്നെ അവനാന്റെ വാക്കുകൾ വന്ന് ചോദിച്ചുമ്പോ കൊടുക്കണ്ടേ വെച്ചിട്ടാണ്. ഇന്നലെ ഞാൻ മാനൂന് വിളിച്ചിരുന്നു. അപ്പൊ കൊടുന്ന ഇടച്ചിപ്പോ ഒഴിവില്ലായിട്ടാണെന്ന് പറഞ്ഞു. എന്നാലും നബീസോ ആരെങ്കിലും ഒക്കെ ഒന്ന് ഉപകരിച്ചോട്ടെ. അത് വെച്ചിട്ട് എന്റെ സ്വർണം തേഞ്ഞു പോകുന്നില്ല. നിങ്ങളെ ഇന്റെ കാര്യം ഇങ്ങനെ നോക്കി നടന്നോളി. നിങ്ങളെ മോനെ എത്ര ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിക്കണു അറിയങ്ങള് ഓന്റെ ഇളച്ചനും മാണ്ടിയിട്ട്. ഓന്റെ ബാക്കിയുള്ളതൊന്നല്ലല്ലോ, ഓന്റെ പെണ്ണുങ്ങളെ അൻസത്തിന്റെ മാപ്പിളല്ലേ. ഒരു മനുഷ്യനും അങ്ങനെ പൈസ ചെലവാക്കൂല വേറുള്ള കാര്യത്തിന്. ഇന്റെ മോനല്ലാതെ ഓന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടിച്ചിട്ട് ചെലവാക്കിയ കജ്ജാത്ത മുതലില്ലട്ടോ. നബീസോ നമ്മൾ ഈ ഔട്ട് ചെയ്യുന്നു. ഞാൻ കുറേ കാലം ഗൾഫിൽ നിന്നു, ഒന്നും ഞാൻ സമ്പാദിച്ചില്ല. എൻ്റെ മോൻ പോയി ഉസാറായി. ഓൻ അത്യാവശ്യം പൈസയുണ്ട്. അത് വെച്ചിട്ട് നാട്ടുകാർക്ക് ഒരു 10 ഉറുപ്പ്യ കൊടുത്തു വെച്ചിട്ട്, അല്ലെങ്കിൽ ഓൻ്റെ ബാക്കി തന്നെയല്ലേ. ഓൻ്റെ പെണ്ണുങ്ങളെ അൻസത്തിൻ്റെ മാപ്പിളയാണ്, പുറമക്കാരൊന്നും അല്ല. ആരും ഒരു ഇടങ്ങേറിൽ നിൽക്കുമ്പോഴേ ഓരെ സഹായിച്ചു വെച്ചിട്ട് ഒന്നും പോകൂല. എനിക്ക് പേടി എന്താ അറിയോ, നമ്മൾ ഇനിയും പഴയ ജീവിതത്തേക്ക് പോകുന്നുള്ള ബേജാറാണ്. പഠിച്ചോ അങ്ങനെ കണക്കാക്കണമെങ്കിൽ ചിലപ്പോൾ പോകേണ്ടി വരും. ഉണ്ടെങ്കിലേ ഇള്ളീനനുസരിച്ച് ആൾക്കാർക്ക് കൊടുക്കുമ്പോഴേ ആ സാധനം കൂടുള്ളൂ, കുറയില്ല. ആ ബേജാർ ഇഞ്ച് ബേജാറാവണ്ട. അടിക്ക് പോകണി പഴയമാതിരി ജീവിച്ചണമെന്ന്. എനിക്ക് പണം പത്രാസും കണ്ടിപ്പോൾ ജീവിച്ച് പൗറ് കൂടിയപ്പോഴേ പഠിച്ചോനെ മറക്കണ്ട. ഓൻ്റെ ഇളച്ചനുണ്ടായ മാതിരി ഒരു സോക്കട് ഞമ്മക്കാർക്കേലും വന്ന് പെട്ടെങ്കിൽ ഇത്ര പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരും. പഠിച്ചോൻ കാക്കട്ടെ, വന്നോലെ സോക്കടിനൊക്കെ പഠിച്ചോ മാറ്റി കൊടുക്കും ചെയ്തിട്ടെ. അതിന് തോരുന്ന പഠിച്ചോനോട് ഞാൻ പീസു. പൊന്നാര മക്കളെ, 10 ഉറുപ്പ്യ ആയി കഴിഞ്ഞാലേ പഠിച്ചോനെ മറക്കരുത്. നബീസ് കാട്ടും പോലെ ഞമ്മളേ പഠിച്ചോ റഹ്മത്ത് വാരി കോരി തരുമ്പോഴേ അതേമാതിരി പാവങ്ങൾക്ക് നമ്മൾ കൊടുത്തു വെച്ചിട്ട് നമ്മളെ മുതലിൽ നിന്ന് കുറയില്ല, ഏറുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ കൊടുക്കേണ്ടത് വലത്തേ കജ്ജ് കൊടുക്കേണ്ടത് ഇടത്തേ കജ്ജ് അറിയാത്ത രീതിയിൽ പാവങ്ങളെ സഹായിച്ചോളൂ. അതാണ് ഈ ബീരാങ്കാക്ക് നിങ്ങളോട് പറയാനുള്ളത്.